ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. സക്സസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അർജുൻ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC പ്രീവിയസ് ഫേസസിൽ നിന്ന് ചോദിച്ച സെലക്റ്റഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റിപ്പീറ്റഡ് ഒന്നും നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ സെലക്റ്റഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് RRB NTPC ഇപ്പോൾ 3 ഫേസ് എന്തോ കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാവർക്കും മിക്കവർക്കും നേരത്തെ ഈ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവാം. അവരും ഈ വീഡിയോ കാണാം, അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പുറകെ CGL CHSL ഒക്കെ വരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പോൾ മാത്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ്ങിൽ സ്പെസിഫിക് സെറ്റ് ഓഫ് മെത്തേഡ്സ് ഇല്ല. അതായത് മാത്സിൽ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ടാവും, പക്ഷേ റീസണിങ്ങിൽ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പല പാറ്റേൺസ് ആണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതായത് മിസ്സിംഗ് നമ്പർ ഉണ്ടാവാം, അനോളജീസ് ഉണ്ടാവാം, ഓക്കെ, സീരീസ് ഉണ്ടാവാം, ഓക്കെ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിൽ പല പാറ്റേൺസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം പാറ്റേൺസ് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് EGA ഈസ് ഈക്വൽ ടു 25491 ദെൻ CAD ഈസ് ഈക്വൽ ടു. അതായത് EGA എന്ന് പറയുന്നത് 25491 ആണ്. CAD എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, EGA. ഓക്കെ, അപ്പോൾ E എന്ന് പറയുന്നത് 5th ലെറ്റർ ആണ്. ആൽഫബറ്റിക് സീരീസിലെ 5th ലെറ്റർ ആണ്. G 7 ആണ്. A 1 ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ 5ൻ്റെ സ്ക്വയർ ആണ് 25, 7ൻ്റെ സ്ക്വയർ ആണ് 49, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 25, 49, 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CAD എന്ന് പറയുന്നത് നമുക്കറിയാം C 3 ആണ്, A 1 ആണ്, D 4 ആണ്. സോ C സ്ക്വയർ, അതായത് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 1 സ്ക്വയർ എന്ന് പറയുന്നത് 1, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16. സോ 9116. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 56:15 ഈസ് പ്രൊപ്പോർഷണൽ ടു 76:21 ഈസ് പ്രൊപ്പോർഷണൽ ടു 81 ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കി 56:15. ഓക്കെ, അത് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് റിലേഷൻ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കി 5 × 6 എന്താ 30, അതിൻ്റെ ഹാഫാണ് എന്ത് 15. ഓക്കെ, 5 × 6 ആണ് 30, അതിൻ്റെ ഹാഫാണ് 15. ഓക്കെ, അത് തന്നെയാണോ അവിടെയും വരുന്നതെന്ന് നോക്കാം. 7 × 6 ആണ് 42, ആ 42ൻ്റെ ഹാഫാണ് 21. സോ അപ്പോൾ ഇവിടെ എന്തായിരിക്കും 8 × 1 8 ആണ്, 8ൻ്റെ ഹാഫ് എന്താ 4. സോ ദി ആൻസർ ഈസ് 4. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5 8 89 4 9 97. അങ്ങനെയാണെങ്കിൽ 11 5 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ സീരീസിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 5 × 8 നോക്കാം 40 ആണ്, ഇവിടെ 89 ആണ്. അപ്പോൾ ഒരു മാച്ചും വരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം 5 സ്ക്വയർ എത്രയാണ് 25 അല്ലേ, 25. 8 സ്ക്വയർ എത്രയാണ് 64. ഇവരുടെ സം ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്ത് കിട്ടും? 25 + 64 എത്ര 89. ഓക്കെ, അപ്പോൾ 5 സ്ക്വയർ 25, 8 സ്ക്വയർ 64. ഇവരുടെ സമ്മാണ് എന്ത് 89. അത് തന്നെയാണോ ഇവിടെയും വരുന്നതെന്ന് നോക്കാം. 4 സ്ക്വയർ എത്രയാണ് 4 സ്ക്വയർ 16. 9 സ്ക്വയർ എത്രയാണ് 9 സ്ക്വയർ 81. സോ 16 + 81 ആണെന്ത് 97. അപ്പോൾ എന്തായിരിക്കും ഇവിടെ 11 സ്ക്വയർ 121, 5 സ്ക്വയർ 25. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 121 + 25 146. ഓക്കെ, ദി ആൻസർ ഈസ് 146. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇങ്ങനൊരു ഫിഗർ ആണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് നമ്പർ ചെയ്യാം 1 2 3 4. ഓക്കെ, ഇത് 4 എണ്ണം ഉണ്ട്. ആ 4ൻ്റെ ഡബിൾ ആയിരിക്കും നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഷോർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരുമ്പോൾ എന്തായിരിക്കും 8 ആയിരിക്കും ആൻസർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെയും 1 2 3 4 ഈ രണ്ട് ഫിഗറിൽ നിന്നും 8 + 8 16 ട്രയാങ്കിൾസ് കിട്ടും. ഇനി ഇവിടെ എത്ര ജോയിൻ്റ് ഉണ്ട്? 1 2 ജോയിൻ്റ് ഉണ്ട്. സോ 2 ട്രയാങ്കിൾ കൂടി വരും.
ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ആണെങ്കിൽ 8+8+2 എന്തായിരിക്കും? 18 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും ഈ ഒരു ഫിഗർ ആണെങ്കിൽ. ഓക്കെ, ഇതങ്ങ് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 എത്രയുണ്ട്? 8. ഇവിടെ എഴുതി. 1 2 3 4 എത്രയുണ്ട്? 8. ഇവിടെ എഴുതി. ഇനി ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ 1 2 ടോട്ടൽ ഈ 1+2 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഫോർ എക്സാമ്പിൾ നോക്കാം, 1 2 ഈ ടോട്ടൽ ട്രയാങ്കിൾ 3. സോ ഇത് സം ചെയ്താൽ മതി. 1+2 എന്തായിരിക്കും? 3 ആയിരിക്കും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ 1 2 1+2 ടോട്ടൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി അപ്പുറത്തും സെയിം തന്നെ അല്ലേ? അപ്പുറത്തും സെയിം തന്നെയാണ്. 1 2 1+2 എത്രയുണ്ട്? 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഇവിടെ എത്ര ജോയിൻറ്റ് വരുന്നുണ്ട്? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സോ ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്താണ്? +2 പ്ലസ് ഇപ്പോൾ എത്രയായി? 16 + 6 22 + 2 24. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, പിന്നെന്താ? അപ്പോൾ 2 ആയി. ഇനി ഈ ഒരു ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ഓക്കെ, സോ മൊത്തം 4 ട്രയാങ്കിളായി. അപ്പോൾ എത്ര വന്നു? 8 + 8 16 + 6 22 + 2 24 + 4 28 ട്രയാങ്കിൾസ്. സോ 28 ഈസ് ദ ആൻസർ. ഒന്നുകൂടി പറയാം, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 1 2 3 4 8 ട്രയാങ്കിൾസ് ഉണ്ട്, ഇവിടെയും 8 ട്രയാങ്കിൾസ് ഉണ്ട്, അതെഴുതി. ഇനി 2 ജോയിൻസ് ഉണ്ട് അല്ലേ? ഇവിടെയും ഇവിടെയും ജോയിൻസ് ഉണ്ട്. സോ ഈ 2 ട്രയാങ്കിൾസ് ഉണ്ട്, അത് നമ്മൾ എഴുതി. ഇനി ഈ ട്രയാങ്കിൾ നോക്കുക, 1 2 1+2 ഇവിടെ 3 ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 3 ട്രയാങ്കിൾ ഉണ്ട്, അത് നമ്മൾ എഴുതി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 2 ആയി, ഇത് 3 ആയി, ഇത് 4 ആയി. ഓക്കെ, സോ +4 ട്രയാങ്കിൾസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര? 28. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് CEJQ is coded as XVQJ, then BDIP will be coded as. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. അതായത് CEJQ എന്ന് പറയുന്നത് എന്താണ് കോഡ് ചെയ്തിരിക്കുന്നത്? XVQJ. അതായത് C എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്ററാണ്, E5 J10, Q എന്ന് പറയുന്നത് 17 ആണ്. ഇനി X എന്താണ്? 24, V എന്താണ്? 22, Q എന്താണ്? 17, J എന്താണ്? 10. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് സിയും എക്സും തമ്മിൽ എത്ര ദൂരമുണ്ട്? 21 ദൂരമുണ്ട് അല്ലേ? 3 + 21 ആണ് 24. പക്ഷേ ഇവിടെയോ 5 + 17 ആണ് 22. ഓക്കെ, അപ്പോൾ ഇത് മാച്ചിങ് ആവുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. 3 + 24 27 ആണ്, 5 + 22 27 ആണ്, 10 + 17 27 ആണ്, 17 + 10 27 ആണ്. അതായത് ഒരു മിറർ ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 27 കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും അതേപോലെ തന്നെ നോക്കാം. BDIP. B 2ാമത്തെ ലെറ്ററാണ്, D 4, I 9, 9 ആണ്, P എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ 2 + 25 ആണ് 27. ഇവിടെ 25th ലെറ്ററാണ് വരുന്നത്, അതായത് Y. ഇനി ഡിയോ 4 + 23 ആണ് വരേണ്ടത്, അങ്ങനെയാണ് 27 ആവുക. സോ 23rd ലെറ്റർ എന്ന് പറയുന്നത് W ആണ്. ഇനി I, അതായത് 18 + 9 ആണ് 27. സോ 18th ലെറ്റർ എന്ന് പറയുന്നത് R ആണ്. ഇനി ഓപ്ഷൻ നോക്കാം, YWR. ഓക്കെ, നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. 16 + 11 ആണ് 27. സോ 11 എന്ന് പറയുന്നത് K ആണ്. സോ YWRK ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. If loads is coded as 4 6 3 2 1, how will you code the word does? അതായത് LODES എന്ന് പറയുന്നത് 4 6 3 2 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ തന്നിരിക്കുന്നതിൽ തന്നെ ഡസ് ഉണ്ട് അല്ലേ? DOES. അപ്പോൾ നോക്കാം,
ഡി എന്താണ്, ഏത് നമ്പറാണ് ഡി എന്ന ലെറ്ററിന്? 3 ആണ്, ഒ 6 ആണ്, ഇ 2 ആണ്, ഇനി എസ് 1 ആണ്. സോ 3621 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ദ സീരീസ്? ഒരു സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. 26, 24, 20, 18, 14. അതായത് ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കുക. -2, -4, -2, -4. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? -2 ആയിരിക്കും. സോ ദി ആൻസർ ഈസ് 12. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത സീരീസിലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ദ സീരീസ്? 37, 10, 79, 16, 48. ഓക്കെ, 37, 10, 79, 16, 48. ഓക്കെ, ഇവിടെയും ഡിഫറൻസ് എടുത്ത് നോക്കി. ഇവിടെ -27 ആണ്, -69 ആണ്, അല്ലേ? മാച്ച് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. 37, 3 + 7 എന്താ? 10. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? 3 + 7 10 ആണ്. അതേപോലെ തന്നെയാണോ ഇവിടെ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 + 9 16 ആണ്. ഇനി 4 + 8 എന്തായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. 3 + 7 10 ആണ്, 7 + 9 16 ആണ്. സോ 48 എന്ന് പറയുന്നത് 4 + 8 12 ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ദി ആൻസർ ഈസ് 12. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഓഡ് നമ്പർ, അല്ലേ? ഇതിൽ നിന്ന് ഓഡ് നമ്പർ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് ഓപ്ഷൻ 235, സെക്കൻഡ് ഓപ്ഷൻ 342, തേർഡ് ഓപ്ഷൻ 426, ഫോർത്ത് ഓപ്ഷൻ 819, അല്ലേ? 819. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 235, 2 + 3 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 + 4 7 ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ 2 ആണ്. നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. 4 + 2 6 കറക്റ്റാണ്. 8 + 1 9. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ടിൻ്റെയും സമ്മാണ് മൂന്നാമത്തെ നമ്പറായിട്ട് എഴുതിയിരിക്കുന്നത്. 8 + 1 9, 4 + 2 6, 2 + 3 5. സോ ഇവിടെ ഓഡ് 1 എന്ന് പറയുന്നത് 342 ആണ്. സോ ദി ആൻസർ ഈസ് 342. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 6 cousins are sitting in a round table facing the center. Divya is between Pradeep and Pramod. Priya is between Manohar and Lakshmi. Pradeep and Manohar are opposite to each other. Who is sitting opposite to Priya? ഓക്കെ, അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു. റൗണ്ട് ടേബിളാണ്. ഇനി സെൻറ്ററിൽ ഫേസ് ചെയ്താണ് അവരിയ്ക്കുന്നത്. 6 പേരുണ്ട്, അല്ലേ? 6 cousins ആണ്. 1 2 3 4 5 6 ഇങ്ങനെ വരച്ചു. ഇനി ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? ദിവ്യ ഈസ് ബിറ്റ്വീൻ പ്രദീപ് ആൻഡ് പ്രമോദ്. ഓക്കെ, അപ്പോൾ പ്രദീപ്, പ്രമോദ്, അവരെ നടക്കാണെന്ത്? ദിവ്യ. ഓക്കെ, ദിവ്യ ഈസ് ബിറ്റ്വീൻ പ്രദീപ് ആൻഡ് പ്രമോദ്, അതെഴുതി. ഇനി പ്രിയ ഈസ് ബിറ്റ്വീൻ മനോഹർ ആൻഡ് ലക്ഷ്മി. അവരുടെ സീറ്റിംഗ് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി പ്രദീപ് ആൻഡ് മനോഹർ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, പ്രദീപിൻ്റെ ഓപ്പോസിറ്റാണ് ആര്? മനോഹർ. അപ്പോൾ എളുപ്പമായല്ലോ. പ്രദീപിൻ്റെ ഓപ്പോസിറ്റാണ് മനോഹർ. ഇനി നമുക്ക് മുമ്പത്തെ കണ്ടീഷനിലേക്ക് പോകാം. മനോഹർ ആൻഡ് ലക്ഷ്മി, അവരുടെ ഇടയ്ക്ക് ആരാ? പ്രിയ ഉണ്ട്, അല്ലേ? സോ മനോഹർ ആൻഡ് ലക്ഷ്മി. സോ പ്രിയ ഈസ് ബിറ്റ്വീൻ മനോഹർ ആൻഡ് ലക്ഷ്മി. അപ്പോൾ ഇവിടെ പ്രിയ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു പ്രിയ? പ്രിയയുടെ ഓപ്പോസിറ്റ് ആരാ? ദിവ്യ. സോ ദി ആൻസർ ഈസ് ദിവ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ ഓഡ് വേർഡ് ലെറ്റർ നമ്പേഴ്സ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഓഡ് 1 ഔട്ട് എന്നാണ് ചോദ്യം. സോ 132, 209, 308, 415. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഡ് 1 ഔട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആയിരിക്കാം, അല്ലേ? എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡിജിറ്റ് വെച്ച് ഡിവിസിബിൾ ചെയ്യുന്ന നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ആദ്യത്തെ സം ആയിരിക്കാം മൂന്നാമത്തെ. ഓക്കെ, അങ്ങനെ പല പല പാറ്റേൺസ് ഉണ്ടാവും. പല പല പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കുക. സോ ഞാനിവിടെ നോക്കി 132, അല്ലേ? 132 12 × 11 ആണ് 132. അതായത് 1 + 2 3 ആണ്, 2 + 9 11 ആണ്, 3 + 8 11 ആണ്, 4 + 5 9 - 1 8. സോ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇത് മൂന്നും 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഫോർത്ത് ഓപ്ഷൻ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ദി ഓഡ് 1 ഈസ് 415. ഓക്കെ, അപ്പോൾ ഓഡ് 1 എന്ന് പറയുന്നത് 415 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 415. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏജ് ഈസ് ഈക്വൽ ടു 72, ഏജ്ഡ് ഈസ് ഈക്വൽ ടു 92. അങ്ങനെയാണെങ്കിൽ ക്രോ എന്താണ്? ഓക്കെ, ഏജ് എന്ന് പറയുന്നത്
72 ആണ്. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് 72 ആണ്. ഏജ്ഡ് എന്ന് പറയുന്നത് 92 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രോ എത്രയാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രോ എത്രയാണ്? ഇവിടെ നോക്കിയേ, എ എന്ന ലെറ്റർ 1 ആണ്, സി എന്ന ലെറ്റർ 3 ആണ്, ഇ എന്ന ലെറ്റർ 5 ആണ്. ഓക്കെ, 1 + 3 + 5 9, 1 × 3 × 5 15 അല്ലേ? ഇത് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, അതായത് നമ്മൾ എം വരെ എഴുതിയിട്ട് എൻ എമ്മിൻ്റെ താഴത്ത് എഴുതി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റർ വരുന്നത് എന്താ? 27 നിന്ന് മൈനസ് ചെയ്യുക, 26 വരുന്നത് ഇസഡ് ആണ്. ഓക്കെ, എയിൻ്റെ ഓപ്പോസിറ്റ് ഇസഡ് ആണ്. സോ നമ്പർ 26. അങ്ങനെയാണെങ്കിൽ സീൻ്റെ ഓപ്പോസിറ്റ് 27 നിന്ന് 3 മൈനസ് ചെയ്യുക, 24 എന്ന് പറയുന്നത് എക്സ് ആണ്. സോ സീൻ്റെ ഓപ്പോസിറ്റ് എക്സ് ആണ്. ഇനി ഇ എന്ന് പറയുന്നത് 5, 22 എന്ന് മൈനസ് ചെയ്യുക, 22 + 5 27 ആണ്. സോ 22. ഓക്കെ, 22 എന്ന നമ്പർ വി ആണ്. ഇനി ഇതൊന്ന് പ്ലസ് ചെയ്ത് നോക്കിയേ, അതായത് എയിൻ്റെ ഓപ്പോസിറ്റ് ഇസഡ് ആണ്, സീൻ്റെ ഓപ്പോസിറ്റ് എക്സ് ആണ്, ഇൻ്റെ ഓപ്പോസിറ്റ് വി ആണ്. സോ ഇനി ഇതൊന്ന് പ്ലസ് ചെയ്ത് നോക്കിയേ, 26 + 24 50 + 22 72. ഓക്കെ, അപ്പോൾ എന്താ? ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൻ്റെ സമ്മാണ് എന്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഏജ്ഡ്, നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് ഏജ്ഡ് കിട്ടുമെന്ന് നോക്കാം. അതായത് AGED. ഓക്കെ, AGED, എയുടെ ഓപ്പോസിറ്റ് ഇസഡ് 26 ആണ്, ജിയുടെ ഓപ്പോസിറ്റ്, ജി എന്ന ലെറ്റർ എന്താണ്? 7 ആണ് അല്ലേ? നമ്പർ 7 ആണ്. സോ 26 - 7 20. ഇ എന്ന ലെറ്റർ 5 ആണ്. സോ 27 - 5 22. ഡി എന്ന് പറയുന്ന ലെറ്റർ 4 ആണ്. സോ 27 - 4 23. അപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് വരുന്നത്. സോ 26 + 20 46, 46 + 45 91. ഓക്കെ, ക്വസ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 91 ആണ്. ഇനി ഏജ് എന്ന് പറയുന്നത് 72 കിട്ടി, ഏജ്ഡ് എന്ന് പറയുന്നത് 91 കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്രോ എന്താണ്? ഓക്കെ, ക്രോ എന്താണ് നമുക്ക് നോക്കാം. CROW, ക്രോ എന്ന് പറയുന്നത് C3 ആണ്. സോ 27 - 3 24. ആർ എന്ന് പറയുന്നത് 18 ആണ്. സോ 27 - 18 9, അതായത് ഐ ആയിരിക്കും ആറിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ. ഒ എന്ന് പറയുന്നത് 15 ആണ്. സോ 27 - 15 12 ആണ്. ഇനി ഡബ്ല്യു എന്ന് പറയുന്ന ലെറ്റർ 23 ആണ്. സോ 27 - 23 4 ആണ്. ഓക്കെ, അതായത് ഡബ്ല്യുവിൻ്റെ ഓപ്പോസിറ്റ് ഡി ആയിരിക്കും. ഇനി ഇതൊന്ന് സം ചെയ്ത് നോക്കുക. 24 + 9 33 + 12 45 + 4 49. ഓക്കെ, ദ ആൻസർ ഈസ് 49. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. GMJOD are 5 friends and there are 1 to 5 number of box. G collect 2 box, J collect box number 5, D neither collect 1 nor 4, then which box M should collect? അല്ലേ, 5 ഫ്രണ്ട്സ് ഉണ്ട്. GMJOD അല്ലേ? ഇവരെന്താ ചെയ്യുന്നത്? ഓരോരുത്തരും ഓരോ ബോക്സ് വീതം കളക്ട് ചെയ്യുന്നു അല്ലേ? അതായത് 1 to 5 നമ്പർ ഓഫ് ബോക്സസ് ഉണ്ട്. ഇനി ജി ഏത് ബോക്സാണ്? നമ്പർ 2 ബോക്സ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇനി ജെ 5. ഓക്കെ, ഡി നൈദർ കളക്ട്സ് 1 nor 4. അതിൻ്റെ അർത്ഥം എന്താ? ജി കളക്ട് ചെയ്യുന്നത് 3 ആയിരിക്കും. സോ എം എന്ത് വരും? 1 അല്ലെങ്കിൽ 4 വരാം, ഒ 1 അല്ലെങ്കിൽ 4 വരാം. സോ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 1. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഐദർ 1 or 4. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. പാട്ന, പഞ്ചാബ്, റാഞ്ചി, ഭോപ്പാൽ. ഓക്കെ, ഇതിൽ പഞ്ചാബ് സ്റ്റേറ്റ് ആണ്, ബാക്കിയെല്ലാം സിറ്റീസ് ആണ്. സോ പഞ്ചാബ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സിലോജിസം ആണ്. ഓൾ ട്രീസ് ആർ ഫ്ലവേഴ്സ്, ഓൾ ഫ്ലവേഴ്സ് ആർ ഗ്രാസസ്, നോ ഗ്രാസസ് ആർ റോസസ്. അതായത് ഓൾ ട്രീസ് ആർ ഫ്ലവേഴ്സ്, ഓൾ ഫ്ലവേഴ്സ് ആർ ഗ്രാസസ്, നോ ഗ്രാസസ് ആർ റോസസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റീസണിങ്ങിൻ്റെ ക്ലാസ്സിൽ സിലോജിസത്തിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അറിയില്ലാത്തവർ ആ ക്ലാസ് പോയി നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ട്രീസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഹിഡൻ എന്താ? സം. ഓൾ ഫ്ലവേഴ്സ് ആർ ഗ്രാസസ്, ഇവിടെ ഹിഡൻ എന്താ? സം. അതായത് ഹിഡൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും? സം ഫ്ലവേഴ്സ് ആർ ട്രീസ് എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഓൾ ട്രീസ് ആർ ഫ്ലവേഴ്സ് വരാം, സം ട്രീസ് ആർ ഫ്ലവേഴ്സ് വരാം, സം ഫ്ലവേഴ്സ് ആർ ട്രീസ് എന്നും വരാം. ഓക്കെ, അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി നോ ഗ്രാസസ് ആർ റോസസ്, അവിടെ ഹിഡൻ എന്താ? നോ. ഓക്കെ, നോ ഗ്രാസസ് ആർ റോസസ്, അവിടെ ഹിഡൻ എന്താ? നോ.
ഇനി നമുക്ക് കൺക്ലൂഷൻസിലേക്ക് നോക്കാം. ഓൾ ട്രീസ് ആർ ഗ്രാസസ്. അപ്പോൾ ട്രീയും ഗ്രാസസും തമ്മിലാണ് റിലേഷൻ. ഇനി ട്രീയും റോസസും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് സെക്കൻഡ് കൺക്ലൂഷനിൽ ട്രീയും റോസും തമ്മിലാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഗ്രാസ് കോമൺ ആണ്, ഇവിടെ ഗ്രാസ് കോമൺ ആണ്. അപ്പോൾ ഇത് രണ്ടിലും കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കാം. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. രണ്ടിലും കോമൺ ആണ്. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, രണ്ട് റിലേഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? ഏതെങ്കിലും ഒരു കോമൺ ടേം ഉണ്ടായിരിക്കണം. ആ കോമൺ ടേമിൻ്റെ മുമ്പിൽ നോയോ ഓളോ ഉണ്ടായിരിക്കണം അല്ലേ? ഇവിടെ നോ ഉണ്ട് അല്ലേ? ഇവിടെ സമ്മാണ്. ഏതെങ്കിലും ഒരു കോമൺ ടേമിൻ്റെ മുമ്പിൽ നോയോ ഓളോ ഉണ്ടായാൽ മതി, അവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോയാണ്, ഇവിടെ സമ്മാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു? ഓൾ. ഇനി ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും വന്നാൽ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും, കൺക്ലൂഷൻ നെഗറ്റീവ് ആയിരിക്കും. അവിടെ നോയാണെങ്കിൽ ഇതും നോയായി മാറും. ഓക്കെ, അപ്പോൾ നോ ഫ്ലവേഴ്സ് ആർ റോസസ് എന്ന് മാറും. ഓക്കെ, അങ്ങനെ അത് കിട്ടി. ഇനി അപ്പോൾ ഈ ഓൾ മാറ്റി ഇപ്പോൾ നോയാണ്, നോ ഫ്ലവേഴ്സ്. ഇവിടെയും ഫ്ലവേഴ്സ് കോമൺ ആണ്, ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഹിഡൻ സമ്മാണ്, ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഹിഡൻ നോയാണ്. അപ്പോൾ ഒരു കോമൺ ടേം ഉണ്ട്, ആ കോമൺ ടേമിൻ്റെ മുമ്പിൽ നോ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. ഇനി ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നോയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറും? നോയായി മാറും. ഓക്കെ, അതായത് ഓൾ എന്ന് പറയുന്നത് നോയായി മാറും. സോ ലാസ്റ്റ് എങ്ങനെ വന്നു? നോ ട്രീസ് ആർ റോസസ്. നോ ട്രീസ് ആർ റോസസ്. നോ ട്രീസ് ആർ റോസസ് എന്ന് പറയുന്നത് എന്താ? സം ട്രീസ് ആർ നോട്ട് റോസസ് എന്നാണ്. ഓക്കെ, നോ ട്രീസ് ആർ റോസസ്, നോ ട്രീസ് ആർ റോസസ് എന്ന് പറഞ്ഞാൽ സം ട്രീസ് ആർ നോട്ട് റോസസ്. ഓക്കെ, ഇനി അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ ഓക്കെ ആയി. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഓൾ ട്രീസ് ആർ ഗ്രാസസ്. അതായത് ട്രീയും ഗ്രാസസ് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞു ഹിഡൻ സമ്മാണ്, ഇവിടെ ഹിഡൻ ഇവിടെ ഹിഡൻ സമ്മാണ്, ഇവിടെ ഓൾ ഉണ്ട്. സോ ഇവിടെ ഫ്ലവേഴ്സ് കോമൺ ആണ്, ഫ്ലവേഴ്സിൻ്റെ മുൻപിൽ ഓൾ ഉണ്ട്. ഇവിടെ സമ്മാണ്, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കോമൺ ടേമിൻ്റെ മുമ്പിൽ ഓൾ ഉണ്ടായാൽ മതി. സോ ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു? ഓൾ ട്രീസ് ആർ ഗ്രാസസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. ഓൾ ട്രീസ് ആർ ഗ്രാസസ്. ഇനി ഇവിടെ ഓളിൻ്റെ ഹിഡൻ സ്റ്റേറ്റ്മെൻറ്റ് സമ്മാണ്. ഇനി തിരിച്ചാണെങ്കിൽ എങ്ങനെ വരും? സം ഗ്രാസസ് ആർ ട്രീസ് എന്ന് പറയും. സം ഗ്രാസസ് ആർ ട്രീസ്. അപ്പോൾ അത് ചോദിച്ചിട്ടില്ല, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ട്രീസ് ആർ ഗ്രാസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓക്കെ ആണ്. സോ ബോത്ത് 1 and 2 ഫോളോസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവാത്ത ചിലരുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റീസണിങ്ങിൻ്റെ വീഡിയോ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് സിലോജിസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കാണാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൾ ബെഡ്സ് ആർ കവർ, സം കവേഴ്സ് ആർ ഷീറ്റ്സ്. സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ ബെഡ്സ് ആർ കവർ, സം കവേഴ്സ് ആർ ഷീറ്റ്സ്. കൺക്ലൂഷൻസ് നോക്കാം. കൺക്ലൂഷൻ 1, ഓൾ ഷീറ്റ്സ് ആർ കവർ, സം കവേഴ്സ് ആർ ബെഡ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ ഓൾ ആണ്, ഓളിൻ്റെ ഹിഡൻ സം ആയിരിക്കും. ഇനി ഇവിടെ സമ്മാണ്, സമ്മിൻ്റെ ഹിഡൻ സം ആയിരിക്കും. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഓൾ ഷീറ്റ്സ് ആൻഡ് ആർ കവർ. അതായത് ഷീറ്റും കവറുമാണ്. സോ ഇവിടെ കവർ ഉണ്ട്, ഇവിടെ ഷീറ്റ് ഉണ്ട്. അപ്പോൾ 1 and 2 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ 1 ഉം 2 റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത്? എങ്ങനെയാണ്? കോമൺ ടേം ഉണ്ടോ? ഉണ്ട്, കവേഴ്സ് ആണ് അല്ലേ? കവേഴ്സ് കോമൺ ടേം ഉണ്ട്. ഏതെങ്കിലും ഒരു കോമൺ ടേമിൻ്റെ മുമ്പിൽ ഓൾ അല്ലെങ്കിൽ നോ ഉണ്ടോ? ഇല്ല. കാരണം ഇവിടെ സമ്മാണ്, ഇവിടെയും സമ്മാണ്. സോ ഇവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? റോങ് ആണ്. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ റോങ് ആണ്. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ നോക്കാം. സം കവേഴ്സ് ആർ ബെഡ്. ഓക്കെ, ഓൾ ബെഡ്സ് ആർ കവർ. ഇവിടെ ഹിഡൻ സ്റ്റേറ്റ്മെൻറ്റ് സം ഉണ്ട്. ഇതെങ്ങനെ വരും? സം കവേഴ്സ് ആർ ബെഡ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൺക്ലൂഷൻ 2 കറക്റ്റ് ആണ്. സോ ഓൺലി കൺക്ലൂഷൻ 2 ഈസ് കറക്റ്റ് എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം സിലോജിസം. സം കിവി ഈസ് ഗ്രീൻ, സം ആപ്പിൾ ഈസ് കിവി. കൺക്ലൂഷൻസ് നോക്കാം. സം കിവി ഈസ് യെല്ലോ, സം ആപ്പിൾ ഈസ് ഗ്രീൻ. അതായത് സം കിവി ഈസ് ഗ്രീൻ, സമ്മിൻ്റെ ഹിഡൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് വരും? സം വരും. സം ആപ്പിൾ ഈസ് കിവി, ഇതിൻ്റെ ഹിഡൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് വരും? സം വരും. അപ്പോൾ എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വരിക? സം കിവി ഈസ് ഗ്രീൻ, സം ഗ്രീൻ ഈസ് കിവി, സം ആപ്പിൾ ഈസ് കിവി, സം കിവി ഈസ് ആപ്പിൾ. ഈ രണ്ട് കൺക്ലൂഷൻസ് ആണ് വരിക. ഇനി നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻ ചെക്ക് ചെയ്യാം. സം കിവി ഈസ് യെല്ലോ. യെല്ലോ ഇവിടെ ഒന്നും പറയുന്നില്ല. സോ ക്യാൻസൽ ചെയ്തു. അല്ല, തെറ്റാണ്. സം ആപ്പിൾ ഈസ് ഗ്രീൻ, ആപ്പിളും ഗ്രീനും. സോ 1 and 2 എന്നാണ്, 1 and 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്.
ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടോ? ചെക്ക് ചെയ്ത് നോക്കാം. കോമൺ ടേം കിവി ഉണ്ട്, കോമൺ ടേം ഉണ്ട്. സോ കോമൺ ടേമിന് മുമ്പിൽ നോയോ ഓളോ ഉണ്ടോ? ഇല്ല. ഇവിടെ സമ്മാണ്, ഇവിടെയും സമ്മാണ്. സോ 1 and 2 തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പോൾ എന്താണ്? ഈ കൺക്ലൂഷൻ റോങ് ആണ്. സോ ബോത്ത് ദി കൺക്ലൂഷൻസ് ആർ റോങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. P is the wife of the only son of S mother. In what form of P is related to S mother? അതായത് P is the wife of only son of S mother. അല്ലെങ്കിൽ എസിൻ്റെ അമ്മയുടെ ഒറ്റ മകൻ എന്ന് പറയുന്ന ആരാ? എസ് തന്നെയാണ്. സോ എസ് സണ്ണായിരിക്കും, എം മദർ ആയിരിക്കും. പി ഈസ് ദ വൈഫ് ഓഫ് ഓൺലി സൺ ഓഫ് എസ്, അതായത് എസിൻ്റെ വൈഫാണ് പി. സോ കിട്ടിക്കഴിഞ്ഞു. ഇൻ വാട്ട് ഫോം പി ഈസ് റിലേറ്റഡ് ടു എസ് മദർ, അതായത് ഇവർ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പി എങ്ങനെയാണ്? പി ഡോട്ടർ ഇൻ ലോ ആണ്, എം മദർ ഇൻ ലോ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, അതിന് അസംഷൻസും തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ്സിനനുസരിച്ച് അസംഷൻസ് റോങ് ആണോ റൈറ്റ് ആണോ എന്ന് പറയണം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. ഡ്യൂ ടു പിറ്റ്സ് ഓൺ ദ റോഡ് ഇൻ ദ സിറ്റി മെനി പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം. അതായത് പിറ്റ്സ് മൂലം എന്താണ്? റോഡുകൾ നാശമാവുകയാണ് അല്ലേ? അതായത് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നത്. ഡ്യൂ ടു പിറ്റ്സ് ഓൺ റോഡ് ഇൻ ദ സെയിം സിറ്റി മെനി പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം. ഓക്കെ, ഇനി നമുക്ക് അസംഷൻസിലേക്ക് പോവാം. അതായത് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം, ഒരു റിലേഷനും ഇല്ല അല്ലേ? അപ്പോൾ ഇത് റോങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം. ഇനി അടുത്ത അസംഷനിലേക്ക് പോവാം. ദർ ഈസ് നോ അതർ റൂട്ട് ടു ദ എയർപോർട്ട്, അതും തെറ്റാണ്. എയർപോർട്ട്സിലേക്ക് പല റൂട്ട് ഉണ്ടാവാം, പക്ഷേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഈ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെ പറ്റിയാണ്? പിറ്റ്സിനെ പറ്റിയാണ്. ഡ്യൂ ടു പിറ്റ്സ് ഓൺ ദ റോഡ് ഇൻ ദ സിറ്റി മെനി പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന അസംഷൻസോ ദർ ഈസ് നോ അതർ റൂട്ട് ടു ദ എയർപോർട്ട്, പിറ്റ്സുമായിട്ടും അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റായിട്ടും ഒരു ബന്ധമില്ലാത്ത അസംഷൻസാണ് തന്നിരിക്കുന്നത്. സോ അസംഷൻ 1 and 2 ആർ റോങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. എ ഡി ഡി എച്ച് ജി എൽ ജെ പി. ഓക്കെ, എ ഡി ഡി എച്ച് ജി എൽ ജെ പി. ഓക്കെ, അപ്പോൾ എ എന്ന ലെറ്റർ എത്രാമത്തെ നമ്പറാണ്? 1. ഡി 4 ആണ്, ഡി 4 ആണ്, എച്ച് 8 ആണ്, ജി 7, എൽ 12 ആണ്, ജെ 10, പി 16 ആണ്. ഓക്കെ, അപ്പോൾ 1, 4, 7, 10, അടുത്ത എന്ത് വരും? 13 വരും. ഇനി ഇവിടെ നോക്കിയാൽ 4, 8, 12, 16, അപ്പോൾ അടുത്ത എന്ത് വരും? 20 വരും. 13 എന്ന് പറയുന്ന ലെറ്റർ എം ആണ്, 20 ടി ആണ്. സോ ആൻസർ എം ടി. ഓക്കെ, എം ടി ആണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ 14, 19, 26, ക്വസ്റ്റ്യൻ മാർക്ക് 50, 67 അല്ലേ? 14, 19, 26, ക്വസ്റ്റ്യൻ മാർക്ക് 50, 67. ഓക്കെ, ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 14 5 ആണ്, 19 + 7 ആണ് 26. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ 9 എടുക്കാൻ നോക്കും, ഇവിടെ 11 എടുക്കാൻ നോക്കും, ഇവിടെ 13 എടുക്കാൻ നോക്കും. പക്ഷേ ചെക്ക് ചെയ്താലോ? 26 + 9 35, 35 + 11 46 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 50 ആണ്. സോ ഇവിടെ ഡിഫറൻസ് എന്താണ്? പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ 5, 7 ഇവിടെ എന്തായിരിക്കും? 5, 7, 11, 13, 17. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കാം. 26 + 11 37, 37 + 13 50 കറക്റ്റാണ്. 50 + 17 67. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? 37. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രപ്പോർഷൻ അനലജിയുടെ ക്വസ്റ്റ്യൻ ആണ്. 20:30 ഈസ് പ്രപ്പോർഷണൽ ടു ഡാഷ് ഈസ് ടു 72. അതായത് 20:30 ഈസ് പ്രപ്പോർഷണൽ ടു എക്സ്, എക്സ് എന്നിടാം, എക്സ് ഈസ് ടു 72. ഇത് ഇങ്ങനെ ചെയ്യാം. ഇത് എന്ത് കിട്ടും? ഈ 0 ക്യാൻസൽ ചെയ്യാം. 3 × 24 ആണ് 72, 24 × 2 48 ആണ്. അപ്പോൾ ഓപ്ഷനിൽ 48 ഉണ്ടെങ്കിൽ 48 ആയിരിക്കും ഉത്തരം. ഇനി 48 ഇല്ലെങ്കിൽ നമുക്ക് ഇത് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 20 എന്ന് പറയുന്നത് 4² + 4 ആണ്. 30 എന്ന് പറയുന്നത് 5² + 5 ആണ്.
ഓക്കെ, ഇനി 72 എന്ന് പറയുന്നത് എന്താ? 8 സ്ക്വയർ പ്ലസ് 8 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇവിടെ 4 5, അതായത് ഇവിടെ 7 8, അപ്പോൾ 7 സ്ക്വയർ പ്ലസ് 7 56. അപ്പോൾ ഒന്നില്ലെങ്കിൽ 48 വരാം, അല്ലെങ്കിൽ 56 വരാം. ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് പ്ലസ് മീൻസ് ഇൻറ്റു മീൻസ് ഡിവിഷൻ മീൻസ് മൈനസ് മീൻസ് പ്ലസ്, ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ? ഓക്കെ, അപ്പോൾ 15 ഡയറക്റ്റ് എഴുതി പോകാം. പ്ലസ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്, ഇൻറ്റു 16. ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്, ഞാൻ ഇങ്ങനെ എഴുതി 1/16. ഇനി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, സോ ഇൻറ്റു 15. ഓക്കെ, അപ്പോൾ 16 × 16 ക്യാൻസൽ ചെയ്തു. 15 × 15 225 ആണ് ആൻസർ. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്, സോ ഇൻറ്റു 1/16. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, സോ 16 ക്യാൻസൽ ചെയ്തു. 15 × 1 15, ഇൻറ്റു 15 225. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദീപക് വാക്സ് ഇൻ 20 മീറ്റർ ഇൻ നോർത്ത് ഡയറക്ഷൻ, ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 40 മീറ്റർ. അതായത് നോർത്തിലേക്ക് പോയി 20 മീറ്റർ, ഇനി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു അല്ലേ? ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, എത്ര? വാക്സ് 40 മീറ്റർ. എഗെയിൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 20 മീറ്റർ. ആഫ്റ്റർ ദിസ് ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 20 മീറ്റർ. ഇങ്ങോട്ട് പോയി അല്ലേ? ചോദ്യം എന്താണ്? ഹൗ ഫാർ ഹി ആണ് കേട്ടോ, ഷി അല്ല, ഹി ആണ്. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരമാണ്? ഓക്കെ, ഇതാണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ഡെസ്റ്റിനേഷൻ എത്തി. എത്ര ദൂരമുണ്ട്? ഇത്രയും 40, ഇത്രയും 20, സോ 40 + 20 60 ആണ് റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് 60. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. PON RQP TSR VUT ? അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് എഴുതി പോവാം. PON RQP TSR VUT. ഓക്കെ, ഇവിടെ നോക്കുക. P എന്ന് പറയുന്നത് 16 ആണ്, R 18 ആണ്, T 20 ആണ്, V 22 ആണ്. അപ്പോൾ 24 എന്തായിരിക്കും? X ആയിരിക്കും. ഓക്കെ, O എന്ന് പറയുന്നത് 15 ആണ്, Q എന്ന് പറയുന്നത് 17 ആണ്, S 19 ആണ്, U 21 ആണ്. സോ 23 ആയിരിക്കും. 23 എന്ന് പറയുന്നത് W ആണ്. സോ ഇവിടെ എന്തായിരിക്കും? 26 ആയിരിക്കും. ഇവിടെ Z ആയിരിക്കും. ഇവിടെ 23 ആണ്, സോ ഇവിടെ 25 വരും അല്ലേ? 23 + 2 25. 25 എന്ന് പറയുന്നത് എന്താ? Y ആയിരിക്കും. ഇനി ഇവിടെ നോക്കാം. N എന്ന് പറയുന്നത് 14 ആണ്, P 16 ആണ്, R 18 ആണ്, T 20 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 22 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 24 ആയിരിക്കും. 22 എന്ന് പറയുന്നത് V ആണ്, 24 എന്ന് പറയുന്നത് X ആണ്. സോ ദി ആൻസർ ഈസ് X W V Z Y X. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദി ഓഡ് വേർഡ് നമ്പേഴ്സ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അല്ലെങ്കിൽ 4 + 5 9 ആണ്, 7 + 2 9 ആണ്, 8 + 1 9 ആണ്. സോ ഓഡ് നമ്പർ എന്താ? 28 ആണ്. ഓക്കെ, ദ ആൻസർ ഈസ് 28. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതും ഓഡ് വേർഡ് അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 72 118, 33 132, 41 164, 73 എന്ന് പറയുന്നത് 292. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. 33 × 4 ആണ് 132, 41 × 4 ആണ് 164, 73 × 4 ആണ് 292. സോ 72 × 4 എത്ര വരണ്ടേ? 72 × 4 8, 288 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ 118 ആണ്. സോ ഇതാണ് ഓഡ്. സോ ദി ആൻസർ ഈസ് എ. ഓക്കെ, ഇതാണ് ഓഡ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ADGJ ഈസ് ടു MPSV, അങ്ങനെയാണെങ്കിൽ (NQTW). ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി പോവാം. ADGJ MPSV. ഓക്കെ, A 1 ആണ്, D 4 ആണ്, G 7 ആണ്, J എന്ന് പറയുന്നത് എന്താ? J എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, MPSV. V അപ്പോൾ M നോക്കാം. 13, P 16, S 19.
ഇനി വി എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോന്നു ഡിഫറൻസ്? +12 ഡിഫറൻസ് ആണ് എല്ലാം അല്ലേ. 1 + 12 13, 4 + 12 16, 7 + 12 19, 10 + 12 22. അപ്പോൾ അവിടെ എന്തായിരിക്കും? 12 ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം N Q T W. N എന്ന് പറയുന്നത് 14 ആണ്, Q എന്ന് പറയുന്നത് 17 ആണ്, T എന്ന് പറയുന്നത് 20 ആണ്, W എന്ന് പറയുന്നത് 23 ആണ്. അപ്പോൾ ഇവിടെ 12 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 2. ഇവിടെ 12 മൈനസ് ചെയ്താൽ 5. ഇവിടെ 12 മൈനസ് ചെയ്താൽ 8. ഇവിടെ 12 മൈനസ് ചെയ്താൽ 11. അപ്പോൾ 2 എന്ന് പറയുന്നത് B ആണ്, 5 എന്ന് പറയുന്നത് E ആണ്, 8 എത്രയാണ്? H ആണ്, 11 എന്ന് പറയുന്നത് K ആണ്. സോ BEHK ആയിരിക്കും ആൻസർ. ഓക്കെ, BEHK ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 9, 28, 65, 126 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, 9, 28, 65, 126 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മിസ്സിംഗ് ടേം, ഞാൻ നേരത്തെ പറഞ്ഞു മിസ്സിംഗ് ടേം വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യൂബിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്വയറിൻ്റെ അടുത്താണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. 9 എന്ന് പറയുന്നത് എന്താ? 8 + 1 ആണ് അല്ലേ, അതായത് 2Q + 1 ആണ്. 28 എന്ന് പറയുന്നത് 3Q + 1 ആണ് അല്ലേ. 65 എന്ന് പറയുന്നത് 4Q, അതായത് 64 + 1 ആണ്. ഇനി 126 എന്ന് പറയുന്നതോ 5Q + 1 ആണ് അല്ലേ, 125 + 1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് എന്തായിരിക്കും? 6Q + 1 ആയിരിക്കും, അതായത് 216 + 1 217. ഓക്കെ, അപ്പോൾ ദ ആൻസർ ഈസ് 217. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 3, 3, 96, 2, 2, 44, 1, 1 എത്രയാണ്? ഓക്കെ, 3 × 3 9 ആണ് അല്ലേ, 9 ഇവിടെ ഉണ്ട്. 3 + 3 6 ആണ്, അതും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 × 3 ഇനി 3 + 3 ആണ് അല്ലേ, 9, 6. അതുപോലെ ഇവിടെ കിട്ടുമെന്ന് നോക്കാം. 2 × 2 4 ആണ്, 2 + 2 4 ആണ്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ഉത്തരം? 1 × 1 1 ആണ്, 1 + 1 2 ആണ്. സോ ദി ആൻസർ ഈസ് 12. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 12 ആണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 5, 15, 45, 135, 405. ഓക്കെ, ഇതെന്താണ്? 5 × 3 15 ആണ്, 15 × 3 45 ആണ്, 45 × 3 135 ആണ്, 135 × 3 405 ആണ്. സോ ദി ആൻസർ ഈസ് 405 × 3. എത്ര കിട്ടും? 1215. ഓക്കെ, 1215 ആണ് ആൻസർ. ഓക്കെ, ഇൻറ്റു 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. K14, B11, R22, E8. ഓഡ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ഓഡ് 1. അതായത് K എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ്? 11. B എന്ന് പറയുന്നത് 2. ഇനി R എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ്? 18. E എന്ന് പറയുന്നത് 5. ഓക്കെ, K എന്ന് പറയുന്നത് 11, B എന്ന് പറയുന്നത് 2, R എന്ന് പറയുന്നത് 22, E എന്ന് പറയുന്നത് 8. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കാം. 11 + 3 14 ആണ്. 2 + 3 5 ആണ് വരേണ്ടത്. 18 + 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 21 ആണ് കേട്ടോ. ഓക്കെ, 18 + 3 21 ആണ്, 18 + 3 21 ആണ്, 5 + 3 8 ആണ്. ഓക്കെ, അപ്പോൾ ലെറ്ററിൽ നിന്ന് +3 ചെയ്യുക, അതായിരിക്കും ആൻസർ. സോ ഇവിടെ ഓഡ് 1 വരുന്നത് എന്താണ്? B ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഡ് 1 വരുന്നത് B ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. A11, D8, G5. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ADG. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ എഴുതി പോകാം. 1 4 G എത്രാമത്തെ നമ്പറാണ്? 7. 1 4 7. അടുത്ത എത്ര ആയിരിക്കും? 10. അപ്പോൾ J. ഇനി നമ്പർ നോക്കിയേ. 11 - 3 8, 8 - 3 5, 5 - 3 2. അപ്പോൾ എന്താ ഉത്തരം? J2. ഓക്കെ, J2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓഡ് 1 അല്ലേ, ഫൈൻഡ് ദ ഓഡ് 1. 1331, 343, 225, 512. ഓക്കെ, അപ്പോൾ നോക്കാം. 11 ക്യൂബാണ് 1331 അല്ലേ, 7 ക്യൂബാണ് 343, ഇവിടെയോ 15 സ്ക്വയറാണ് 225, ഇവിടെയോ 8 ക്യൂബാണ് 512. അപ്പോൾ ഇവിടെ എല്ലാം ക്യൂബാണ്, 15 സ്ക്വയർ മാത്രമാണ് ഇവിടെ ഓഡ് 1 ആയിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് 225. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സും അസംഷൻസും. എക്സാമിനേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം കറപ്ഷൻ അല്ലേ, എക്സാമിനേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം കറപ്ഷൻ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അസംഷൻസ് നോക്കാം.
സ്റ്റുഡൻസ് ഷുഡ് ബി സെൽഫ് കോൺഫിഡൻറ്റ് അബൌട്ട് ദെയർ എക്സാം അല്ലേ? എക്സാമിനെ കുറിച്ചാണ്, സ്റ്റുഡൻസിനെ കുറിച്ചാണ്. സ്റ്റുഡൻസ് ഷുഡ് ബി സെൽഫ് കോൺഫിഡൻറ്റ് അബൌട്ട് ദെയർ എക്സാം. അപ്പോൾ അതിലൊരു ലോജിക് ഉണ്ട്. അപ്പോൾ ആ അസംഷൻ കറക്റ്റാണ്. ഇനി ടീച്ചേഴ്സ് ഷുഡ് ഹെൽപ്പ് ദെയർ ഫേവറേറ്റ് സ്റ്റുഡൻസ് ഇൻ എക്സാം അല്ലേ? അത് തെറ്റാണ്. ടീച്ചേഴ്സ് ഷുഡ് ഹെൽപ്പ് ദെയർ ഫേവറേറ്റ് സ്റ്റുഡൻസ് ഇൻ എക്സാം. സോ അത് റോങ് ആണ്. ഓക്കെ, അപ്പോൾ only 1 ആയിരിക്കും ഇവിടെ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 4 ഇവിടെ എത്രയുണ്ട്? 8. 1 2 3 4 ഇവിടെ എത്രയുണ്ട്? 8. 1 2 3 4 ഇവിടെ എത്രയുണ്ട്? 8. ഇനി ജോയിൻസ് നോക്കാം. ഇവിടെ എത്ര ജോയിൻസ് ഉണ്ട്? 2 അല്ലേ? ഇവിടെ എത്ര ജോയിൻ്റ് ഉണ്ട്? 2. അപ്പോൾ എത്ര ഒരു ആൻസർ? 8 + 8 + 8 എത്രയാണ്? 24. 24 + 2 26 + 2 28. So number of triangles is, there are 28 triangles. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, ഇതിൽ നിന്ന് എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റോയും കോളം സെയിം ആണ് അല്ലേ? 1 2 3. ഇവിടെയോ 1 2 3. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഉത്തരം. അതായത് 1 സ്ക്വയർ, ഇവിടെ എത്ര? 2 സ്ക്വയർ, 3 സ്ക്വയർ. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 1. സോ 1 + 4 5, 5 + 9 14 സ്ക്വയേഴ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ഷോർട്ട് കട്ടാണ്, നോട്ട് ചെയ്യുക. കോളംസ് ആൻഡ് റോ സെയിം ആയിരിക്കണം. 1 2 3 ആണെങ്കിൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. ഇതെല്ലാം കൂടി സം ചെയ്യുക. 14 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സൈറ്റോളജി ഈസ് ടു സെൽസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബേർഡ്സ് എന്താണ്? ഓക്കെ, സ്റ്റഡി ഓഫ് സെല്ലാണ് സൈറ്റോളജി. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് ഓർണിത്തോളജിയാണ്. ഓക്കെ, ഓർണിത്തോളജിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഇൻ എ സർട്ടൺ ലാംഗ്വേജ് 256 മീൻസ് യു ആർ ഗുഡ്, 637 മീൻസ് വി ആർ ബാഡ്, 358 മീൻസ് ഗുഡ് ആൻഡ് ബാഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോഡ് ഫോർ ആൻഡ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻഡ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം. 1 and 3 ഗുഡ് കോമൺ ആണ് അല്ലേ? 1 and 3 ഗുഡ് കോമൺ ആണ്. സോ ഇവിടെ ഏത് നമ്പറാണ് കോമൺ നോക്കാം. സോ ഇവിടെ 5 കോമൺ ആണ്. അപ്പോൾ 5 എന്താണ്? ഗുഡാണ്. ഇനി ബാഡ് ചെക്ക് ചെയ്ത് നോക്കുക. 2 and 3 രണ്ടിലും മൂന്നിലും ബാഡ് ഉണ്ട് അല്ലേ? രണ്ടാമത്തെ സെൻറ്റൻസിലും അല്ലെങ്കിൽ രണ്ടാമത്തെ കോഡിങ്ങിലും മൂന്നാമത്തെ കോഡിങ്ങിലും ബാഡ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ എന്താ കോമൺ? 3 ആണ് കോമൺ. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താ? ബാഡാണ്. സോ ഇവിടെ 3 എന്ന് പറയുന്നത് ബാഡാണ്, 5 എന്ന് പറയുന്നത് ഗുഡാണ്. അങ്ങനെയാണെങ്കിൽ ആൻഡ് എന്തായിരിക്കും? 8. സോ ദി ആൻസർ ഈസ് 8. ആൻഡ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇതൊക്കെയായിരുന്നു സെലക്റ്റഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് RRB NTPC പ്രീവിയസ് ഫേസുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ ഒരു റീസണിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലോജിസം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അർജുൻ ഫ്രം സക്സസ് അക്കാഡമി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.